ഹായ് പറഞ്ഞേ ബ്ലോഗിനോട് ഹായ് പറഞ്ഞേ. ബ്രൂണോന് ഇച്ചിരി സ്കിൻ ഇഷ്യൂസ് ആയിട്ട് ഇരിക്കുവാണ്, ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പം സങ്കടമാണ് ഇച്ചിരി, ബട്ട് അവൻ ശരിയായിക്കോളും അല്ലേ? അവിടെ കാണുമോ? അപ്പോൾ ഹായ് ഗായ്സ്. ബ്രൂണോ നോ നോ നോ, ഇനി വെച്ചാകല്ലേ. ഗുഡ് ബൈ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ കുഴപ്പമില്ലാണ്ട് പോണു. ഒരു 1 വീക്കായിട്ട് അത്ര സുഖത്തിലല്ല, ബിക്കോസ് അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. ഈ ഒരു സീനുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു, അല്ലാണ്ട് ഓൾ ഗുഡ്. അപ്പോൾ ഇതെന്താ സംഭവിച്ച് പറഞ്ഞ ഒരു ചെറിയ നീ സ്പ്രെയിനാണ്, നീരിറങ്ങി, അങ്ങനെ കുറച്ച് വേദനയിലായിരുന്നു. ബട്ട് ഇതൊക്കെ പറയുമ്പോൾ ആദ്യം തൊട്ടേ എല്ലാം പറയണം. അത് തന്നെയാണ് ഈ വീഡിയോ. ഇറ്റ്സ് അബൌട്ട് സം മേജർ ലൈഫ് അപ്ഡേറ്റ്സ്. സോ ഇഫ് യു ഹാവ് ബിൻ ഫോളോയിങ് മീ ഓൺ ഇൻസ്റ്റഗ്രാം, യു മസ്റ്റ് ഹാവ് ഓൾറെഡി നോൺ. ഞാൻ കുറേ വീഡിയോസ് ബാംഗ്ലൂരിൽ നിന്ന് ചെയ്തു. സോ ഇറ്റ്സ് ഒഫീഷ്യൽ, ഞാൻ ബാംഗ്ലൂരേക്ക് മൂവ് ഔട്ട് ചെയ്തു. സോ ഇനി അതിൻ്റെ റീസൺസ്, മൂവ് ഔട്ട് ചെയ്യണമെന്ന് അന്നേ പ്ലാൻ ഉണ്ടായതാണ്. ബിക്കോസ് എൻ്റെ നാട് പറയുന്ന പയ്യന്നൂർ, കണ്ണൂരാണ്. ഞാൻ ചെയ്യുന്ന വർക്കൊന്നും ഇവിടെ അങ്ങനെ ഡെവലപ്ഡ് ആയിട്ട് വന്നിട്ടില്ല. ലൈക്ക് കൊച്ചി, ബാംഗ്ലൂർ, മുംബൈ, അവിടെയൊക്കെയാണ് കൂടുതലും ഇൻഫ്ലുവൻസിങ്ങും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രൊഫഷണൽ മോഡലിംഗ് ഒക്കെ അവിടെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും മൂവ് ഔട്ട് ചെയ്യണമായിരുന്നു ഫോർ മൈ കരിയർ. പക്ഷേ എവിടെയായിരുന്നു എന്ന് ചൂസ് ചെയ്തില്ല. ഞാൻ ലാസ്റ്റ് ഇയർ ഞാൻ ഒരു പാജൻ കോച്ചിങ് മുംബൈയിൽ നിന്ന് ചെയ്തു. അപ്പോൾ അവിടെ തന്നെ കുറച്ച് നാളുണ്ടായിരുന്നു. ബട്ട് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് ആസ് എ ബിഗിനർ മുംബൈ ഈസ് എ ലിറ്റിൽ എക്സ്പെൻസീവ് ആൻഡ് മാനേജ് ചെയ്ത് വരാൻ ചെറിയ പാടാണ്. ആൻഡ് ഓൾസോ ഫോർ സമ്മൺ ലൈക്ക് മീ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരണം. ഐ ഓൾവേസ് വോണ്ട് ടു കം ബാക്ക്. ഇത് മുംബൈയിൽ നിൽക്കുമ്പോൾ ഇച്ചിരി പാടായിരുന്നു, ബിക്കോസ് നമ്മൾ മേജറായിട്ട് റിലേ ചെയ്യുന്ന ട്രാൻസ്പോർട്ട് പറയണത് ഫ്ലൈറ്റ്സ് ആണ്. ആൻഡ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ല. അപ്പം എൻ്റെ പിന്നെയുള്ള പ്ലാൻസിലുണ്ടായത് കൊച്ചി ആൻഡ് ബാംഗ്ലൂർ ആയിരുന്നു. അതിൽ നിന്നായിരുന്നു എനിക്ക് ചൂസ് ചെയ്യാനുണ്ടായത്. അപ്പോഴാണ് ഫെമിന മിസ് ഇന്ത്യ ഓഡിഷൻസ് ഒക്കെ കഴിഞ്ഞ്, അത് ഞാൻ യൂട്യൂബിൽ വന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഒരു നാഷണൽ പാജന്റിന് ഓഡിഷൻ ചെയ്യുന്നത്, ഫെമിന മിസ് ഇന്ത്യ. ഫസ്റ്റ് ടൈം തന്നെ ടോപ്പ് 5 എത്താൻ പറ്റിയതിൽ കുറേ സന്തോഷമുണ്ട്. മെയിൻ സ്റ്റേറ്റ് വിന്നർ ആവാൻ പറ്റിയില്ല, ടോപ്പ് 5 വരെ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു ഓഡിഷനെ കുറിച്ച് കാണുന്നത്. ലൈക്ക് യു ഓൾ നോ, ഞാൻ മുംബൈയിലുണ്ടായത് ഒരു ഡാൻസ് കോഴ്സ് ചെയ്യുമായിരുന്നു. അതെനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ്. ആൻഡ് ആ വർഷം ചേച്ചിയുടെ കല്യാണം, വീട് പണി, അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. അപ്പം എനിക്ക് എപ്പോഴും ഒരു ഡാൻസ് കോഴ്സ് ചെയ്യണം എന്നുണ്ടായിരുന്നു, ബിക്കോസ് എൻ്റെ ലോങ് ടേമിൽ ഒരു വലിയൊരു ആഗ്രഹമാണ് ടു സ്റ്റാർട്ട് ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈ ഓൺ. അപ്പോൾ ഈ ഒരു ഏജിലൊക്കെ അല്ലേ അത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിച്ച് വെക്കാൻ പറ്റുള്ളൂ. ആസ് യു ഏജ്, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഡാൻസ് കോഴ്സൊക്കെ കുറച്ച് പാടായിരിക്കും. അപ്പം ഞാൻ ഓഡിഷൻ ചെയ്തിട്ടുണ്ടായി ആൻഡ് ഐ ഗോട്ട് സെലക്റ്റഡ്. ആൻഡ് ഓൾസോ ആ പ്രോഗ്രാമിൽ ഒരു സ്കോളർഷിപ്പിനും നമുക്ക് ഓഡിഷൻ ചെയ്യായിരുന്നു. ഞാൻ അതിനും ചെയ്തിട്ടുണ്ടായി. ആൻഡ് ഐ എം വൺ ഓഫ് ദ റിസീവർ ഓഫ് ഇൻ ലാക്സ് ശിവദാസിനി സ്കോളർഷിപ്പ്. അതൊരു ഫേമസ് സ്കോളർഷിപ്പാണ്. അത് ഡിഫറെൻറ്റ് ഫീൽഡ്സിലുള്ള കുട്ടികൾക്കൊക്കെ അപ്ലൈ ചെയ്ത് കിട്ടാമെന്നുള്ളൊരു സ്കോളർഷിപ്പാണ്. ആൻഡ് എനിക്ക് കിട്ടിയത് ആർട്സ് ഫീൽഡിൽ ടു പെർസ്യൂ മൂവ്മെൻറ്റ് ആർട്സ് ഫ്രം എ വെരി വെൽ നോൺ മൂവ്മെൻറ്റ് ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ഇന്ത്യ, അതായത് ആർട്ട് കളരി, ബാംഗ്ലൂർ. ഭയങ്കര ഫേമസ് ആണ് ഫോർ ഇന്ത്യൻ കണ്ടംപററി ഡാൻസ് ഫോം. എൻ്റെ ഭയങ്കര വലിയ ആഗ്രഹമാണ് കണ്ടംപററി പഠിക്കുക. അപ്പം ഇവിടെ ഇപ്പോൾ നമ്മൾ 3 മേജർ സബ്ജക്ട്സാണ് ഉള്ളത്: ഭരതനാട്യം, കണ്ടംപററി ആൻഡ് കളരി. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് യോഗ, ഫിറ്റ്നസ്, ഇഞ്ചുറി പ്രിവെൻഷൻ, വേറെയും കുറേ ഫോക്ക് ഡാൻസ് ഫോംസ്, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സെമ്മിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഭരതനാട്യം, കണ്ടംപററി, കളരി ആയിട്ടാണ്. മെയിൻ സബ്ജക്റ്റ് കണ്ടംപററിയാണ്. അപ്പോൾ അത് കിട്ടിയപ്പോൾ കുറേ സന്തോഷമായി. അപ്പോൾ പിന്നെ ബാംഗ്ലൂർ ആൻഡ് കൊച്ചി എന്നുള്ള ഓപ്ഷനിൽ ബാംഗ്ലൂർ തന്നെ പിക്ക് ചെയ്തു. അപ്പം അലോങ് വിത്ത് ദിസ് കോഴ്സ് ഇപ്പം ഞാൻ മോഡലിങ്ങും പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ അതും ചെയ്യാൻ വേണ്ടിയിട്ട് മൂവ് ഔട്ട് ചെയ്യുവാണ്.
And now coming to the second life update, that is about content creation. അല്ലെങ്കിൽ ഞാൻ ഓൺലൈൻ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഈ വീഡിയോസ്, ഈ ഒരു കാര്യത്തിനെ പറ്റിയും സംസാരിക്കാനുണ്ടായിരുന്നു. അതായത് ഞാനിപ്പോൾ ഐ തിങ്ക് 29 മിസ് കേരളയ്ക്ക് പോകാൻ നമുക്ക് പബ്ലിക് അക്കൗണ്ട് മസ്റ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ ഓഡിഷൻസ് ഒക്കെ ഡിജിറ്റലായിരുന്നു. അപ്പോൾ എനിക്ക് അക്കൗണ്ട് പബ്ലിക് ആക്കിയേ പറ്റില്ലായിരുന്നു. ആൻഡ് ഇഫ് ഇറ്റ് വാസ് നോട്ട് ഫോർ മിസ് കേരള, ആ ഒരു വർഷം ഞാൻ പോയില്ലെങ്കിൽ ഒരിക്കലും എൻ്റെ അക്കൗണ്ട് പബ്ലിക് ആക്കില്ല. എനിക്ക് അങ്ങനെ ഒരു തോട്ടേ ഉണ്ടായിരുന്നില്ല ടു മേക്ക് ഇറ്റ് പബ്ലിക്. അല്ലെങ്കിൽ എനിക്ക് അന്ന് അറിയും കൂടി ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം, ഇതൊരു പ്രൊഫഷനാണെന്നൊന്നും എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ പാഷനായിട്ട് എൻ്റെ ഡാൻസ് എന്ന് പറയുന്നത് എനിക്ക് അവിടെ കോളേജിൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായതുകൊണ്ടും ഇങ്ങനെ ഒരു ഹെക്ടിക് ഷെഡ്യൂളിൽ നിന്ന് എനിക്കൊരു സമാധാനം കിട്ടാനായിരുന്നു എൻ്റെ ഫ്രണ്ട് എനിക്ക് ഡാൻസ് വീഡിയോസ് റെക്കോർഡ് ചെയ്ത് തരുന്നത്. എപ്പോഴെങ്കിലും നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുമ്പോൾ നമ്മൾ പോയി അങ്ങ് വീഡിയോ എടുക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 29 മിസ് കേരള കഴിഞ്ഞ് കുറേ പേര് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇനിയും വീഡിയോസ് ഡാൻസ് വീഡിയോസ് നല്ലതാ, കുറേ നല്ല വെൽ വിഷേഴ്സ് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. പക്ഷെ എന്നാലും ഒരു ഗട്ട്സ് ഉണ്ടായിരുന്നില്ല അത് ചെയ്യാൻ. അപ്പോൾ 2019 ഞാൻ പിന്നെ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി. അത് കഴിഞ്ഞിട്ട് 2020 പബ്ലിക് ആക്കുന്നത്. പക്ഷെ എന്നാലും ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വീഡിയോസ് ഇടില്ലായിരുന്നു, ഞാൻ ടിക്ടോക്കിൽ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ലോക്ക്ഡൗൺ ആയി, ടിക്ടോക്ക് ബാൻ ആയി, പിന്നെ എനിക്ക് ഇടാനൊരു സ്ഥലമില്ല. അപ്പോൾ റീൽസ് വന്നു. അപ്പോൾ ഫസ്റ്റ് വീഡിയോ റീലിലിട്ടു, അത് ഫീച്ചേർഡായി. ഒരു 3K 5K ഐ തിങ്ക് എത്രയാണെന്ന് എൻ്റെ ഫോളോവേഴ്സ് അക്കൗണ്ട് എനിക്ക് ഓർമ്മയില്ല. അവിടെ നിന്ന് പെട്ടെന്ന് 40Kയിലൊക്കെ, ബിക്കോസ് റീൽ ഫീച്ചേർഡായി. എത്രയോ 16 മില്യൺ വ്യൂസ് ഒക്കെ വന്നു ആ റീലിന്. ചുമ്മാ ഇട്ടതാ, എപ്പോഴും എടുത്ത വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടതാ. അപ്പോൾ പിന്നെ ഒരു കോൺഫിഡൻസ് ആയി, പിന്നെയും വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ 22 100K ഹിറ്റ് ചെയ്തു നമ്മൾ. പക്ഷേ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല, അത്ര വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. ബട്ട് ഒരു 2 ഇയേഴ്സിൽ അത് നടന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് ഇതൊരിക്കലും ഞാൻ ഒരു പ്രൊഫഷനായിട്ട് കാണാത്തതുകൊണ്ടാവും ഞാൻ വേറെ കുറേ കാര്യത്തിൻ്റെ ബാക്കിലായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിലധികം ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ 2024 ആയി, നമ്മൾ ജസ്റ്റ് 110K, അതായത് ഒരു 10K ഗ്രോത്ത് ആയിരുന്നു ഉണ്ടായത്. ഞാൻ ഫോളോവേഴ്സ് കൗണ്ട്സിലൊന്നും വലിയ വിശ്വസിക്കാറില്ല, ബട്ട് ഞാൻ പറയുന്നതാണ്, ഞാൻ അത്രയും ഇൻകൺസിസ്റ്റൻറ്റ് ക്രിയേറ്ററാണ്. ഞാൻ എന്നെ തന്നെ ഒരു ക്രിയേറ്ററായി വിളിക്കാറ് പോലുമില്ല. ബിക്കോസ് ഐ ഫീൽ ഞാൻ ജസ്റ്റ് എൻ്റെ പേഴ്സണൽ സ്റ്റോറി മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. ഒരു വാല്യൂ ആയിട്ടുള്ള കോണ്ടന്റ് ഒന്നും ഞാൻ തരാൻ തുടങ്ങിയിട്ടില്ല. ബിക്കോസ് ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ നൗ ഐ തിങ്ക് ആസ് ഐ ഗ്രൂ അപ്പ് ഐ ഫീൽ ഐ എം മോർ പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. ആൻഡ് കുറേ ബ്രാൻഡ്സായിട്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഇതിനെ അത്രയും സീരിയസ് ആയി എടുക്കാത്തൊരു ഫേസിൽ തന്നെ ഇത്രയും ബ്രാൻഡ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് ഐ റിയലി ലവ് ബീങ് ഓൺ ക്യാമറ. കോണ്ടന്റ് ക്രിയേറ്റർ എന്നൊക്കെ പറയുമ്പം യു ആർ ദ ഡയറക്ടർ, യു ആർ ദ സ്ക്രിപ്റ്റ് റൈറ്റർ, യു ആർ യുവർ stylist, makeup artist, എല്ലാം ദ പവർ ഇസ് ഇൻ യുവർ ഹാൻഡ്. എനിക്ക് എപ്പോഴും ഷുവർ ആയിരുന്നു ഒരു 9 to 5 ജോബൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ എപ്പോഴും ലോങ് ടേം ഗോൾ ഇസ് ലൈക്ക് ബിസിനസ്, ഒരു ഓൺട്രപ്രനർ ആവുക, അങ്ങനെയൊക്കെയാണ്. ഫോർ നൗ ഇപ്പം ഞാൻ ഈ ഒരു ഫാഷൻ ഇൻഡസ്ട്രി, ഇൻഫ്ലുവൻസിങ്, ഇതൊക്കെ ഫോക്കസ് ചെയ്യുകയാണെങ്കിലും എൻ ഗോൾസ് ഒക്കെ അതൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ സീരിയസ് ആയാൽ ഇപ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യണം എന്ന് ഒരു ആഗ്രഹം വരാൻ തുടങ്ങി. സോ ഐ ഹാവ് ഡിസൈഡഡ് ആഫ്റ്റർ ഡൂയിങ് ദിസ് whatever I was doing, like posting stuff online for 5 years as just a passion. 5 years ആണോ അറിയില്ല, 2020, 21, 22, 23, 24, yeah, 5 years. I've decided to do it more professionally as a full-time job. So അത് അറിയിക്കണം എന്ന് തോന്നി. ബിക്കോസ് ഞാനിത് പറയാണ്ട് മനസ്സിൽ വെച്ചിരുന്നാൽ ഞാൻ ഒരിക്കലും കൺസിസ്റ്റൻ്റ് ആയി ഇടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ ഇവിടെ ഇങ്ങനെ ഉണ്ട്, ഞാൻ എല്ലാവരോടും ഞാൻ പബ്ലിക്കലി പറഞ്ഞു ദാറ്റ് ഐ എം ഗോണ ഡു ഇറ്റ് ആസ് എ ഫുൾ ടൈം തിങ്. അറ്റ്ലീസ്റ്റ് ആ ഒരു അക്കൗണ്ടബിലിറ്റി എങ്കിലും എനിക്കുണ്ടാവുമല്ലോ. ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ എന്നെക്കൊണ്ട് പറ്റണില്ല കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഐ തിങ്ക് വൺ ഇസ് ദാറ്റ് പാജൻസും കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പ്ലേറ്റിൽ. ഇപ്പോൾ കുറച്ചായിട്ട് മാറി. അപ്പോൾ ഐ തിങ്ക് ഐ ക്യാൻ ഫോക്കസ് ദിസ് മോർ. ഒറ്റയ്ക്ക് മാറി. ഇനിയിപ്പോൾ എനിക്ക് ആരെയും ബ്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. ഇനി ഞാൻ തന്നെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്യണം. സോ യാ, ദാറ്റ്സ് പ്രിറ്റി മച്ച് എവറിഥിങ്. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു ഇനി പാജൻ പ്ലാൻസ് ഒന്നും ഇല്ലേ. ഐ തിങ്ക് എപ്പോഴും എൻ്റെ ഒരു ഇന്നർ കോളിങ് എനിക്ക് യൂണിവേഴ്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടമുണ്ടായത്. പക്ഷേ എല്ലാവരും ആസ് എ ബിഗിനർ തുടക്കത്തിൽ ആദ്യം ഫെമിനാമിസ് ഇന്ത്യ ചെയ്യുക. അപ്പോൾ
മിസ് യൂണിവേഴ്സ് ഇന്ത്യ കഴിഞ്ഞ പ്രാവശ്യം സെലക്റ്റഡ് ആയിരുന്നു കേരളയ്ക്ക് വേണ്ടി ഞാൻ, പക്ഷെ ഞാൻ പോയില്ല. ഇത് വന്നതുകൊണ്ട് ഫെമിന മിസ് ഇന്ത്യ രണ്ടിൻ്റെയും ഡേറ്റ്സ് ക്ലാഷ് ആയതുകൊണ്ട്. അപ്പോൾ ദിസ് ടൈം ഐ തിങ്ക് ഒരു പ്രാവശ്യം യൂണിവേഴ്സും കൂടെ ട്രൈ ചെയ്തിട്ട് ഐ തിങ്ക് ഐ ജസ്റ്റ് വൈൻഡ് ഇറ്റ് അപ്പ്, ബിക്കോസ് പാജൻസ് ആർ നോട്ട് യുവർ ഹോൾ ലൈഫ്, ഇറ്റ്സ് ജസ്റ്റ് എ കോമ്പറ്റീഷൻ. It's just a launch pad for you to, succeed in the different fields that you want to be in. അപ്പോൾ ഐ എം ഓൾറെഡി മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസിങ്ങും ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോൾ ഒരു ലോഞ്ച് പാഡായിട്ടല്ല, ഐ എം ഡൂയിങ് ദിസ് ഫോർ ആ ഒരു കുഞ്ഞ് ഐഷു ഹു ഹാഡ് ദിസ് ഡ്രീം ഓഫ് റെപ്രസെൻറ്റിങ് ഹെർ സെൽഫ് ആൻഡ് ഹെർ കൺട്രി ഓൺ എൻ ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോം. ആ ഒരു ഡ്രീമിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ലോഞ്ച് പാഡ് പോലെ എനിക്കിപ്പോൾ ആവശ്യമില്ല, ബിക്കോസ് ഐ തിങ്ക് അത്യാവശ്യം വർക്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെറ്റ്സ് സീ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ പ്ലാൻസ് ഒന്നുമില്ല. ഇപ്പം എൻ്റെ ഷോർട്ട് ടേം ഗോൾസ് പറയണത് നന്നായിട്ട് കോണ്ടന്റ് ക്രിയേഷൻ ഫോക്കസ് ചെയ്യുക, മോഡലിംഗ് പ്രൊഫഷണലായിട്ട് മോഡലിംഗ് വർക്ക്സ് ബാംഗ്ലൂരിൽ കൂടുതൽ ഏജൻസി ആയിട്ട് റീച്ച് ചെയ്തിട്ട് ചെയ്യാൻ, പിന്നെ എൻ്റെ ഡാൻസ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക നന്നായിട്ട്. അതൊക്കെയാണ്. ആൻഡ് ഇത് വേഗം ഒന്ന് മാറണം, എന്നിട്ട് ജിമ്മ് ഹിറ്റ് ചെയ്യണം. ജിമ്മിൽ പോയിട്ട് കുറേ നാളായി. അപ്പോൾ അതൊക്കെ പ്ലാൻസ് ഉള്ളൂ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തോന്നി വന്നിട്ട്. ഐ ഫീൽ യൂട്യൂബ് ഇസ് ദിസ് പ്ലേസ് വെർ ഐ ക്യാൻ ജസ്റ്റ് ബി മൈ സെൽഫ്, ടോക്ക് ടു യു ഓൾ, ആൻഡ് ഇറ്റ് ബ്രിങ്സ് സോ മച്ച് ഹാപ്പിനെസ്. അപ്പോൾ എല്ലാവരും അവരവരുടെ ലൈഫിൽ എല്ലാ കാര്യവും നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പോയിന്റിൽ നമുക്ക് തോന്നും ഇനിയൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, പക്ഷേ I think it's just a phase in your life. It will definitely pass. And നിങ്ങൾ അതിൽ നിന്ന് കൂടുതൽ സ്ട്രോങ് ആയി മുന്നോട്ട് വരുവേ ഉള്ളൂ. അപ്പം ജസ്റ്റ് കീപ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ് ആൻഡ് സ്റ്റേ ഹാപ്പി, സ്റ്റേ സേഫ്. നമ്മൾ ഐ തിങ്ക് മനുഷ്യന്മാർ ഏറ്റവും കൂടുതൽ ഗ്രാൻഡായി എടുക്കണ അവരുടെ ഹെൽത്ത് തന്നെയാണ്. ഒരു പനി വരാണ്ടൊന്നും നമ്മൾ റെസ്റ്റ് ചെയ്യില്ല, പക്ഷെ എല്ലാം നമ്മളുടെ ഹെൽത്ത്, നമ്മളുടെ ഫിറ്റ്നസ്, നമ്മളുടെ ഫുഡ്, എല്ലാ കാര്യവും നല്ലോണം ശ്രദ്ധിക്കുക. ബിക്കോസ് ഞാൻ അതിലൊക്കെ കുറച്ച് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് ബാംഗ്ലൂർ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത്രയും ലേറ്റായിട്ട് എന്താ അപ്ഡേറ്റ് തന്നെ. ബാംഗ്ലൂർ മൂവ് ഇൻ ബ്ലോഗൊന്നുമില്ല, എല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇടണം. എന്തുകൊണ്ടാണ് അപ്പം ഇടാൻ പറ്റാന്ന് വിചാരിച്ചാൽ, ഒരു മാസം എടുത്തു വീട് തപ്പിയെടുക്കാൻ. വീട് കിട്ടിയപ്പോഴത്തേക്കും ഓണറിനും പണ്ടത്തെ ടെനൻസും കീ കിട്ടാനും അങ്ങനെ കുറേ പ്രശ്നമായി. അത് കഴിഞ്ഞ് കിട്ടിയതിന് ശേഷം അവരിങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് തന്ന് കഴിഞ്ഞ് ഫ്രം സ്ക്രാച്ച് ബെഡ് തൊട്ട് എനിക്ക് ചെയ്യേണ്ടേ വന്നു. ഇപ്പം അറ്റ്ലീസ്റ്റ് എൻ്റെ റൂം ഒരു ലിവബിൾ കണ്ടീഷനിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇനിയും ഡെക്കോറും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ സമയം എടുക്കണേ. പക്ഷേ ഞാൻ എല്ലാം ഷെയർ ചെയ്യും നിങ്ങളുടെ അടുത്ത്. അപ്പം ദിസ് ഈസ് എ പ്രോമിസ് ടു മൈ സെൽഫ് ദാറ്റ് ഐ റിയലി നീഡ് ടു ഷോ അപ്പ്. ഞാൻ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഞാൻ അത്രയും കംഫർട്ടബിൾ അല്ല എൻ്റെ പേഴ്സണൽ ലൈഫൊന്നും ഈ ഓൺലൈൻ സ്പേസിൽ ഷെയർ ചെയ്യുക. ആൻഡ് ഇഫ് യു ആർ എൻ ഇൻഫ്ലുവൻസർ, ഇഫ് യു ആർ എ ക്രിയേറ്റർ, എസ്പെഷ്യലി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സും കൂടെ ചെയ്യുന്നവരാണെങ്കിൽ ഐ ഫീൽ ലൈക്ക് യു ആർ സപ്പോസ് ടു ഷെയർ എവറിഥിങ്. അപ്പം ഞാൻ അത്രയും ഓക്കെ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പെട്ടെന്ന് വിഷമങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ വരുമ്പോൾ ഞാൻ അങ്ങ് ഡിസപ്പിയർ ആവും. ബട്ട് ഐ ഫൊഗെറ്റ് ദാറ്റ് ദിസ് ഇസ് മൈ വർക്ക്, ഐ ഹാവ് ടു ഷോ അപ്പ്. ഇപ്പം കോർപ്പറേറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒരു ദിവസം സങ്കടമെന്ന് വിചാരിച്ച് വർക്ക് ചെയ്യാൻ പോകാണ്ടിരിക്കില്ലല്ലോ. അതുപോലെയാണ് ഇപ്പം നമ്മളുടെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ഭയങ്കര പാടാണ് ആക്ച്വലി. ഇത് ചെയ്യുന്നവരോട് എനിക്ക് അത്രയും റെസ്പെക്റ്റ് ഉണ്ട്, ബിക്കോസ് എന്നെ കൊണ്ട് പറ്റുന്നില്ല. ബട്ട് ഐ എം റിയലി ട്രൈങ് ബിക്കോസ് ദിസ് മേക്സ് മീ സോ ഹാപ്പി. അപ്പം എനിക്ക് ഇതന്നെയാണ് ചെയ്യേണ്ടതെന്നും എനിക്കറിയാം, പക്ഷേ ഐ എം നോട്ട് ഏബിൾ ടു പുട്ട് ഇൻ ദാറ്റ് വർക്ക്. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ലെറ്റ്സ് സീ. ആക്ച്വലി കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്താ ഇങ്ങനെ വീഡിയോ ഇടാണ്ടിരിക്കുന്നത്, ഇത് സീരിയസ് ആയി ചെയ്തുകൂടെ, നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നൊക്കെ. പക്ഷെ ആൾക്കാരിത് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് റിയലൈസേഷൻ വന്നു തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാൽ, എന്നാ പോന്നു ഒരു മിനിറ്റ് ചേച്ചി പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് താഴെപ്പോ. അതായത് ഐ തിങ്ക് 23-24 കുറേ ബ്രാൻഡ്സായിട്ട് വർക്ക് ചെയ്തു. അപ്പം സംടൈംസ് ഐ ഫീൽ ആം ഐ വർത്തി ഇനഫ് ഫോർ ഓൾ ഓഫ് ദിസ് എന്ന് വെച്ചാൽ ഞാനൊന്നും ചെയ്യുന്നില്ല, ബട്ട് എനിക്കിങ്ങനെ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്.
ആൻഡ് അതേസമയം ഞാൻ കുറേ കോണ്ടന്റ് ക്രിയേറ്റർ ഫ്രണ്ട്സിനൊക്കെ കാണും, അവരുടെ സ്റ്റോറീസിലൊക്കെ അവരവരുടെ സ്ട്രഗിൾ പറയുന്നത്. ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്തില്ല, എനിക്ക് ഭയങ്കര വിഷമം, പനി ആയതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ BTS ലൈക്ക് ഹൗ മച്ച് എഫേർട്സ് ദേ ആർ പുട്ടിങ് ഇൻ ടു. അതൊക്കെ കാണുമ്പോൾ ഐ എം ലൈക്ക്, ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഐ ക്യാൻ ഡു സോ മച്ച്. ഐ എം എ വെരി ക്രിയേറ്റീവ് പേഴ്സൺ, അത് ഐ നോ. എപ്പോഴും എൻ്റെ ഉള്ളിൽ ആർട്ടാണ്. സോ ഐ ക്യാൻ റിയലി ഡു എ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്യുക. ഞാൻ എപ്പോഴെങ്കിലൊക്കെ നന്നായി ഡ്രസ്സ് ചെയ്ത് ആരുടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ നല്ല ഡ്രസ്സ് ഇടുമ്പോൾ പോയിട്ട് വീഡിയോ എടുക്കും. ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നുള്ളൂ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ I'm really so ashamed of myself that I'm saying this now. But it is what it is. I can do so much. I know that. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ഈ സെൽഫ് റിയലൈസേഷൻ വന്നത്. എല്ലാവരും പറയില്ലേ, ആൾക്കാർ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തം തോന്നുന്നത്. പക്ഷെ ഇപ്പോൾ ഈ സ്വന്തം ശരിക്കും തോന്നി തുടങ്ങി. പക്ഷെ എനിക്ക് തോന്നി ഇങ്ങനെ എനിക്കൊരു ഇൻകൺസിസ്റ്റൻസി വരാൻ കാരണം ബിക്കോസ് എൻ്റെ ഗോൾസ് വേറെയായിരുന്നു. ഇപ്പോഴും ആ ഗോൾ ഉണ്ട്, ഒരു വൺ ഓഫ് ദ ഗോൾ ഉണ്ട്, വിച്ച് യു വിൽ ഡെഫിനറ്റ്ലി നോ ഇൻ ഫ്യൂച്ചർ. അത് കഴിഞ്ഞിട്ട് കോണ്ടന്റ് ക്രിയേഷൻ ഫുൾ ടൈം ആക്കണം എന്നാണ് ഇപ്പോഴും എൻ്റെ ആഗ്രഹം. പക്ഷേ ഒന്ന് ചെയ്തിട്ട് അത് അടുത്ത് തുടങ്ങുള്ളൂ പറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ കുറേ ആയി, വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഇപ്രാവശ്യം. അതാണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അത്രയൊക്കെ ഉള്ളൂ. ഇറ്റ് റിയലി ഫെൽ സോ ഗുഡ് ഷെയറിങ് ഓൾ ഓഫ് ദിസ് വിത്ത് യു ഗൈസ്. എന്തോ വലിയ മനസ്സിലുള്ള എന്തോ വലിയ കാര്യം പുറത്തിറക്കിയ പോലെ ഉണ്ട്, സമാധാനമുണ്ട്. അപ്പം ഞാനിന്ന് തിരിച്ചു പോവാം. ഇന്ന് ക്ലാസ് ഉള്ളതാണ് മൺഡേ, പക്ഷേ എന്നോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. വെനസ്ഡേ ഒക്കെ കഴിഞ്ഞ് കളിക്കാൻ തുടങ്ങിയാൽ മതി എന്നാൽ ഇപ്രാവശ്യം ഞാൻ ആയുർവേദ ചെയ്തത്. എന്താ വെച്ചാൽ എൻ്റെ കളരി സാറ് എന്നെ അറിയുന്ന ഒരാളടുത്താണ് എന്നെ ഇത് കൊണ്ടുപോയ വേദന കൂടിയപ്പോൾ. ആദ്യം ഒരു തുടക്കത്തിൽ ഒരു ടൈറ്റ്നെസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഒരു ഫിറ്റ്നസ് ആൻഡ് കണ്ടീഷനിങ് സാർ അത് റിലീസ് ചെയ്ത് തന്നു. റിലീസ് ചെയ്യുമ്പോൾ സോറായില്ല, മസിൽസൊക്കെ സോഫ്റ്റായി. പിന്നെ കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കണമായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ഈസി മൂവ്മെൻറ്റ്സ് മാത്രം ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ഡാൻസ് ചെയ്യുമ്പോൾ ഡാൻസ് ഫുൾ ഓൺ അങ്ങ് ചെയ്യുന്നുണ്ട് കുറച്ച് സീനായി. എന്നുവെച്ചാൽ ഇവിടുത്തെ മസിൽസൊക്കെ വീക്കായി, അപ്പോൾ ഫുൾ പ്രഷർ ഇതിൽ പോയി, അപ്പം നീരിറങ്ങി. അങ്ങനെയൊക്കെയാണ് എന്നോട് ആ വൈദ്യർ പറയണത്. അപ്പോൾ കെട്ടി വെക്കണം എന്ന് പറഞ്ഞു. 2 കെട്ട് കെട്ടി, ഇനി ഒരു 3ാമതൊരു കെട്ടും കൂടെ കെട്ടണം ഇൻ കേസ് പെയിൻ പോയില്ലെങ്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി കയറും, നാളെ രാവിലെ എത്തും. അപ്പോൾ ക്ലാസ് പോയിട്ട് ഇരുന്നിട്ട് വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരുന്ന വഴി അടുത്ത 3ാമത്തെ കെട്ടും കൂടെ കെട്ടിയിട്ട് 2 days ക്ലാസ്സിൽ ഇരുന്നിട്ടെല്ലാം കാണാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഈ വീക്കും കൂടെ ഒന്ന് റെസ്റ്റ് എടുത്താൽ അടുത്ത വീക്ക് സെറ്റാവും. So this is a dancer's life, an artist's life, part and parcel of it. എന്നാണ് എൻ്റെ ഡയറക്ടർ സർ പറഞ്ഞത്. സോ പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ചെറിയ കാര്യം മതി, ഞാൻ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് വിഷമിച്ചിരിക്കും. അപ്പം എനിക്കൊരു വിഷമമൊക്കെ വരുമ്പോൾ എൻ്റെ വർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതൊക്കെ I'll have to figure it out because I know this is something I want to do. അപ്പം പിന്നെ ഇതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ മനസ്സിലാക്കണമല്ലോ. അതാണ് ഗൈസ്, എപ്പോഴും എനിക്ക് എന്തെങ്കിലും ഇപ്പം ബാക്ക് പെയിൻ വന്നു. ഐ തിങ്ക് 2021 ബാക്ക് പെയിൻ വന്നു. 21 to 22 ആ ഒരു കൊല്ലം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതാ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഐ ജസ്റ്റ് റൺ അവേ ഫ്രം ഇൻസ്റ്റഗ്രാം, വിച്ച് ഐ ഷുഡൻ ബിക്കോസ് that's my work profile. I have to keep posting, keep working there consistently, but I don't do it. Just call me lazy. അതേ ഇതിൽ എനിക്കൊരു റീസൺ കാണുന്നുള്ളൂ. ആൻഡ് ഐ തിങ്ക് ഐ എം നോട്ട് ദാറ്റ് ഓക്കെ ഷെയറിങ് എവറിത്തിങ് ഓൺലൈൻ. ബട്ട് എല്ലാം ഷെയർ ചെയ്യണമെന്നില്ല, വർക്ക് ഇട്ടാൽ പോരെ അല്ലേ. സോ ഐ തിങ്ക് ഐ റിയലി ഹാവ് ടു ഫിഗർ ദിസ് ഔട്ട് ബിക്കോസ് at the end of the day I really want to do this. ആരും എന്നെ ഫോഴ്സൊന്നും ചെയ്യുന്നില്ല. I myself want to do this, so I have to figure a way out അല്ലേ. അപ്പോൾ ശരി ഗൈസ്, ഇത് ആക്ച്വലി കുറച്ചൊരു സാഡ് വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു ഫേസ് അങ്ങനെയാണ്. പക്ഷേ ഇത് ശരിയായിക്കോളും, ഇനി അങ്ങോട്ട് അടിപൊളിയാവും. നമ്മൾ നന്നായി വർക്ക് ചെയ്യും. ന്യൂ ഇയറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല, ബട്ട് വിൽ പുട്ട് ഇൻ ദ വർക്ക് ഫ്രം നൗ ഓൺ ഇറ്റ് സെൽഫ്. യു ഗൈസ് ഓൾസോ ഡു ദാറ്റ് ബിക്കോസ് ന്യൂ ഇയർ റെസൊല്യൂഷൻ എഴുതി വെച്ചിട്ടും ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ആദ്യം അത് തോന്നണം. നാളെ എന്ന് പറയാണ്ട് ഇന്ന് തന്നെ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ശരി, ബൈ ബൂനു, ബൈ പറഞ്ഞേ.
ബൈ പറഞ്ഞു ബൈ പറഞ്ഞു ബൈ ഗൈസ്.